നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾ എടുത്തു നോക്കണം. നിങ്ങൾക്ക് അവിടെ നിന്ന് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങളിത് ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം റെസനേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാനൊരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും നൽകുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നത്. ടാറോ റീഡിങ്സിൽ വിശ്വാസവുമില്ല, എൻ്റെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോകണം കേട്ടോ. കാരണം ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് ഒരു കാരണവശാലും കണക്റ്റ് ചെയ്യരുത്. പിന്നെ നമ്മളുടെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഞാൻ ഇട്ടിട്ടുണ്ട്. എപ്പോഴും പറയും പോലെ വരാഹി മന്ത്രം എന്ന് പറഞ്ഞാൽ രാത്രികാലങ്ങളിൽ ചൊല്ലേണ്ട മന്ത്രമാണ്. നിദ്രാദേവതയാണ്. ഏറ്റവും നല്ല എനർജിയിലൂടെ, അതായത് നെഗറ്റീവ് ശക്തികളെ നിങ്ങളിൽ നിന്നും മാറ്റിക്കളയാനും ഒരു എന്താ പറയുക, ഒരു പുതുജീവൻ നൽകാനും നിങ്ങളെ സഹായിക്കുക. അതായത് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തും. മണി അഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ബ്ലോക്കേജും സാമ്പത്തികപരമാകുന്ന പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് തടയാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു അഫർമേഷൻസ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന മണി അഫർമേഷൻസ്. തീർച്ചയായിട്ടും നിങ്ങളെപ്പോഴും ഉരുവിട്ടുകൊള്ളുക. നിങ്ങളുടെ ലൈഫിൽ അതും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിന് യാതൊരു സംശയമില്ല കേട്ടോ. പിന്നെ ടാറോ റീഡിങ്സ് എന്താണെന്ന് എപ്പോഴും സംശയം ചോദിക്കുന്നവരോട്, നിങ്ങൾക്ക് ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ് ടാറോ റീഡിങ്സ്. ടാറോ റീഡിങ്സ് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതല്ലെങ്കിൽ നിങ്ങൾ എന്തോ ഒരു കാര്യം, നിങ്ങൾ അറിയേണ്ടതായ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു പ്രപഞ്ചത്തിൻ്റെ എനർജിയാൽ. അതല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസുകളിൽ നിന്നും ബ്ലോക്കേജുകളിൽ നിന്നും നിങ്ങൾ ഹീലാകുന്നു എന്നതുമാണ് ഒരു ടാറോ റീഡിങ്സ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് കേട്ടോ. ടാറോ റീഡിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈൻ്റെ എനർജിയാണ്. പൂർണ്ണമായിട്ടും ഒരു എന്താ പറയുക, ദൈവികമാകുന്ന അനുഗ്രഹങ്ങൾ ഉള്ളവരിലേക്ക് മാത്രമേ അത് കടന്നു വരികയുള്ളൂ. അവിടെ നമ്മൾ നെഗറ്റീവായിട്ട് അതിനോട് പെരുമാറിയാൽ അതനുസരിച്ചുള്ള ഫലവും നിങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മനസ്സിലാക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. വളരെയധികം ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്ക് മാറാൻ പോകുന്നൊരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഹെൽത്ത് പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരത്തിന് സമയമായി, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഹെൽത്ത് പരമാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരാളെ സമീപിക്കേണ്ടതായിട്ടിരിക്കുന്നു. അതിന് പരിഹാരങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. ഏറ്റവും അത്യാവശ്യമുള്ള ഒരു എനർജിയിലാണ് ഒരു സെക്യൂരിറ്റി, അതായത് നിങ്ങൾക്കൊരു സെക്യൂരിറ്റി എനർജി തീർക്കേണ്ട സമയമായി എന്ന് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിട്ടും അത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അത് വലിയൊരു ആപത്തിലേക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് സിറ്റുവേഷൻസിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു എനർജിയാണ്. അത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സപ്പോർട്ടിങ്, ഒരു കെയറിങ്, ഒരു എന്താ പറയുക, ഒരു പ്രൊട്ടക്ഷൻ എനർജി വന്ന് ചേരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തികപരമാകുന്ന ഒരു എനർജി നിങ്ങളിലേക്ക് ഇന്ന് അട്രാക്റ്റഡ് ആണ് കേട്ടോ. ഫിനാൻസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നമുക്ക് ഫിനാൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുക തന്നെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു വ്യക്തിയിൽ നിന്നും ഒരു സാമ്പത്തികപരമാകുന്നൊരു ഭദ്രതയുള്ള അല്ലെങ്കിൽ നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ളൊരു പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സപ്പോർട്ട് ഇന്നത്തെ ദിവസം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് നിന്നും നിങ്ങൾക്കിന്ന് സാമ്പത്തികം വന്ന് ചേരാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സാമ്പത്തികത്തിൻ്റെ ഒരു കോൾ വരുന്നതായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ കുറേ ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഇന്ന് നിങ്ങളുടെ ബിസിനസ് സംബന്ധമാകുന്ന കാര്യങ്ങൾക്കോ അതല്ലെങ്കിൽ ഇന്നൊരു ലീഡർഷിപ്പ് എനർജിയിലൊക്കെ നിങ്ങൾക്ക് ശോഭിക്കാൻ പറ്റും
പറ്റുന്ന ദിവസമാണ്. നിങ്ങളെന്തെങ്കിലും സംരംഭമൊക്കെ തുടങ്ങിയ വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സംരംഭമൊക്കെ നിങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ, ആഗ്രഹിക്കുന്നുണ്ട്, ഒരു പുതിയത് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട മാർഗങ്ങളെല്ലാം തെളിഞ്ഞു വരാൻ പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതുപോലെ ഒരു ലീഡർഷിപ്പ് എനർജിയിൽ നിൽക്കുന്നവരാണെങ്കിൽ, മറ്റുള്ളവരെ നയിക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ എല്ലാ പോസിറ്റിവിറ്റിയോടു കൂടി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ, ഇന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ചില വ്യക്തികൾക്ക് അറിഞ്ഞൊരു സപ്പോർട്ട് ചെയ്യണം, അവരുടെ അവസ്ഥ മനസ്സിലാക്കി അവരെ ഒന്ന് സഹായിക്കണം എന്നുള്ളൊരു എനർജി കൂടി നമുക്ക് കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ മുന്നിൽ ഇന്ന് ആരെങ്കിലുമൊക്കെ വന്നാൽ, ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളോടൊരു സഹായം അഭ്യർത്ഥിച്ച് വന്നാൽ, തീർച്ചയായിട്ടും നിങ്ങൾ മടക്കി വിടരുത്. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ജസ്റ്റിസ് അവിടെ നടപ്പിലാക്കണം. നിങ്ങൾ അതൊരു പോസിറ്റീവ് കർമ്മയാണ്, അതൊരു കർമ്മ നിങ്ങൾക്ക് നടത്താൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിനും അത് പോസിറ്റിവിറ്റി ആയിരിക്കും. അർഹതയുള്ള വ്യക്തിക്ക് തന്നെ നൽകണം എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് പല കാര്യങ്ങളെയും നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഡിഫിക്കൽറ്റി ആയിട്ട് തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള, അതായത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളൊരു സംശയത്തോടു കൂടിയൊക്കെ നിന്ന സിറ്റുവേഷൻസിനെയൊക്കെ നിങ്ങൾക്ക് ഇന്ന് മാനേജിങ് ചെയ്ത് കണക്റ്റ് ചെയ്ത് പോകാൻ സാധിക്കുന്നൊരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എനർജി, ഒരു അട്രാക്ഷൻ എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കുടെ ലൈഫിൽ, അതായത് ഒരു പാർട്ട്നേഴ്സ്, ഭാര്യ-ഭർതൃബന്ധം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജിയിൽ, അതല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് എനർജിയുമായി കണക്റ്റ് ചെയ്തൊരു വ്യക്തിയുടെ ഒരു പ്രസൻസോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഇന്നൊരു വളരെ ഒരു ഹാപ്പി ഫുൾനെസ് എനർജിയാണ്, ഒരു പൂർണ്ണതയാണ്, ഇമോഷണൽ പരമാകുന്ന ഒരു പൂർണ്ണത നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെയധികം, അതായത് നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ലായിരുന്നെങ്കിൽ, ഒരു അണ്ടർസ്റ്റാൻഡിങ് കുറവുണ്ടായിരുന്ന ഒരു ഫാമിലി എനർജി ആയിരുന്നു നിങ്ങളുടേതെങ്കിൽ, തീർച്ചയായിട്ടും ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ടാണ് കാണുന്നത്. വളരെ പോസിറ്റീവ് ആകുന്ന, അതായത് തുറന്ന കുറച്ച് സമയങ്ങൾ, മനസ്സ് തുറന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസുകളെ ഒന്ന് തുറന്നു വിടാൻ പറ്റുന്ന ചില നിമിഷങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ട്രാവലിംഗ് എനർജി, ഫാമിലിയോടനുബന്ധിച്ചുള്ളൊരു ട്രാവലിംഗ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. ആ ഒരു ട്രാവലിങ്ങിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് കമ്മ്യൂണിക്കേഷൻസ്, അല്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളിൽ നിന്നും ഒന്ന് മാറി നിൽക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസുകളാണ് കുറേ എനർജികളിൽ കാണുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ചൈൽഡ്ഹുഡ് എനർജിയെ ബേസ് ചെയ്തുള്ള ഒരു കോളോ മെസ്സേജോ അതല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനോ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്ന ഒരു യാത്രയെ കണക്റ്റ് ചെയ്ത് ഇന്ന് നിങ്ങൾ ആരെയോ കണ്ടുമുട്ടാൻ പോകുന്ന ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം, അതല്ല എങ്കിൽ നിങ്ങൾ അറിഞ്ഞു വെച്ച് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ എനർജി സൃഷ്ടിക്കുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടോക്സിക് എനർജിയിലൂടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ. നിങ്ങളെ സംബന്ധിച്ച് ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടും നിങ്ങളൊരു സിറ്റുവേഷൻസിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഒരു സ്വപ്നം, നിങ്ങളുടെ ഒരു ആഗ്രഹം, അത് നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റി നൽകുന്നില്ല. ചിലപ്പോൾ അതൊരു കരിയർ എനർജി ആവാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് 4 പേർക്ക് മുന്നിൽ ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാർ എനർജിയിൽ ശോഭിക്കണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻസ് ആവാം. അതായത് ഒരു പേഴ്സണൽ ഡെവലപ്മെൻ്റ് എന്നൊക്കെ പറയാം, നമ്മളുടെ ഒരു വ്യക്തിത്വത്തെ ചേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾ ശരിക്കും ഒരു സ്റ്റാർ എനർജിയിൽ ശോഭിക്കാൻ ആഗ്രഹിക്കുന്ന, അതിന് വേണ്ടിയിട്ടൊരു മോട്ടിവേഷനൊക്കെ നിങ്ങൾ സ്വയം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ്. പക്ഷേ നിങ്ങൾക്ക് മുന്നിൽ വേറെ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ തന്നെ പൂർണ്ണമായും കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസ്. പക്ഷെ അത് നിങ്ങൾക്ക് ലോസ് എനർജിയാണ് നൽകുന്നത് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ ആയിരിക്കാം ചിലപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സാമ്പത്തികപരമാകുന്നൊരു നേട്ടത്തിന് വേണ്ടിയിട്ടൊരു സിറ്റുവേഷൻസിനെ ആയിരിക്കാം നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈഫിലൊരു സ്റ്റാർ എനർജിയിൽ എത്താൻ വേണ്ടിയിട്ട്, ഒരു വിജയത്തിലെത്താനായിട്ട് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കാര്യം ടോക്സിക് ആണ് എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത്. നിങ്ങളതൊന്നെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും ഒന്ന് മനസ്സിലാക്കുക, അറിഞ്ഞ് അതിനെക്കുറിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം ആ സിറ്റുവേഷൻസിന് ഫോക്കസ് ചെയ്യുക എന്നാണ് കാണുന്നത്. അതല്ലെങ്കിൽ മൈൻഡ് ലോസും നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്, ഫിനാൻഷ്യൽ ലോസും സംഭവിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഫിനാൻസ് പരമായ എന്തൊരു കാര്യത്തെ ഓവറായിട്ട് കണക്റ്റ് ചെയ്യുമ്പം
നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാരണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം ചെലവഴിക്കുമ്പം. അതുപോലെ ഇമോഷണൽ പരമായി നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടും നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻസിൻ്റെ പിന്നാലെ പോകുന്നു. അത് നിങ്ങൾക്ക് മനസ്സിനൊരു സുഖമോ സന്തോഷമോ നൽകുന്നുമില്ല. നിങ്ങളുടെ ടൈം വേസ്റ്റ് ആകുന്നേ ഉള്ളൂ. ഒരു അൺഹെൽത്തി എനർജിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. മാത്രവുമല്ല അതൊരു ടോക്സിക്കാണ്. അത് നിങ്ങൾക്ക് അർഹതയുള്ളതല്ല എന്ന സിറ്റുവേഷൻസാണ് ഡിവൈൻ പറയുന്നത്. അപ്പം നമ്മൾ അവിടെ നിന്നും ഒന്ന് പിന്തിരിയുക കേട്ടോ. അതുപോലെ നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് 7 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ജഡ്ജ്മെൻറ്റ് നടക്കുന്നുണ്ട് കേട്ടോ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഹുദോഷം കണക്ഷൻ, ഒരു രാഹുവിൻ്റെ എനർജി അതിൽ കണക്റ്റഡ് ആണ്. രാഹു നിങ്ങളെ കളിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻസ്, അതായത് ഒരു മായാവലയത്തിൽ പെടുത്തിയ ഒരു അവസ്ഥ, അതല്ലെങ്കിൽ ഒരു മിഥ്യാധാരണ, ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഫീലിങ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നിൽ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും നിൽപ്പുണ്ട്. അതായത് ഒരുപാട് കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതാകുന്ന ഒരു സിറ്റുവേഷൻസ്. നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത വേണം, കരിയർ പാതയിൽ ഒന്ന് സക്സസ് ആവണം, സ്വന്തമായിട്ടൊരു ഭവനം, ഭൂമി, അതുപോലെ ലൈഫിലൊരു പാർട്ട്ണർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ വ്യാകുലപ്പെടുന്നു, മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത്. ഒരു ജഡ്ജ്മെൻറ്റ് വേണം, നിങ്ങൾക്കൊരു നീതി ലഭിക്കണം, ഒരു ലൈഫിലൊരു റീബർത്ത് എനർജി, അതായത് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു പിടിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ നിങ്ങൾ മായാവലയത്തിൽ പെട്ട് നിൽക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇമോഷണൽ ബാലൻസ്, അതായത് നിങ്ങൾ ശരിക്കും ഒന്ന് മെച്യൂരിറ്റിയോട് കൂടിയും ബുദ്ധിപൂർവ്വം കാര്യങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കണമെന്നാണ് ഡിവൈൻ പറയുന്നത്. കാരണം നിങ്ങളുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങളെ പൂർണ്ണതയിൽ എത്തിക്കേണ്ടതായിട്ടുണ്ട്. 1-2 കാര്യങ്ങളല്ല, ഒന്നിലധികം പ്രോബ്ലംസുകൾ അല്ലെങ്കിൽ ഒന്നിലധികം സ്വപ്നങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിൽപ്പുണ്ട്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു സിറ്റുവേഷൻസിനോട് തോന്നുന്ന ആ ഒരു പിടിച്ചടക്കലിനോട് തോന്നുന്ന ആവേശം രാഹു എനർജിയുടെ പ്രസൻസ് കൊണ്ടാണ്. പറ്റുന്നുമെങ്കിൽ ആയില്യപൂജ നടത്തുകയോ നല്ല ശക്തമായ പ്രാർത്ഥനകൾ ചെയ്യുകയോ ഒക്കെ നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾക്ക് ചതികളിൽ ചെന്ന് ചാടാതെ നിങ്ങൾക്കൊരു മെച്യൂരിറ്റിയോട് കൂടി ഇമോഷണൽ ബാലൻസോട് കൂടി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. അതായത് ഒരു ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കണ്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രശ്നത്തെ, നിങ്ങളുടെ മുന്നിലുള്ള ഈ ഒരു ഒന്നിലധികമാകുന്ന ആ ഒരു ആഗ്രഹമെന്ന പ്രോബ്ലംസിനെ, ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ ടൈം പീരീഡ് കഴിഞ്ഞു നിൽക്കുന്ന സിറ്റുവേഷൻസാണ്. ഇതെല്ലാം നേടി എത്രയും പെട്ടെന്ന് എടുക്കുക എന്നൊരു ആഗ്രഹം എന്ന് പറയുന്ന ആ സിറ്റുവേഷൻസിനെ നിങ്ങൾ മെച്യൂരിറ്റിയോടുകൂടി കാണണം എന്നാണ് ഡിവൈൻ പറയുന്നത്. തീർച്ചയായിട്ടും ജഡ്ജ്മെൻ്റ് ഉണ്ട്, നിങ്ങൾക്കതിനുള്ളൊരു ഇന്നർ കോളിംഗ് കിട്ടുന്നുണ്ട്. ഡിവൈൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും. പോസിറ്റീവ് ആകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരും. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇമോഷണൽ ബാലൻസിലേക്ക് വരിക. മെച്യൂരിറ്റിയോടുകൂടിയും പക്വതയോടുകൂടിയും ക്ഷമയോടുകൂടിയും നിങ്ങൾ കാര്യങ്ങളെ കണക്റ്റ് ചെയ്യുക എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ആ ഒരു ടോക്സിക് എനർജിയിൽപ്പെട്ട വ്യക്തികൾക്ക് ഒരു കോൺഫ്ലിക്റ്റ് എനർജി വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കരിയർ എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു കോൺഫ്ലിക്റ്റ് എനർജി ഇന്നത്തെ ദിവസം വരാൻ സാധ്യതയുണ്ട്. ചില തടസ്സങ്ങൾ ഇന്നത്തെ ദിവസം കരിയർ പാതയിൽ ചില വ്യക്തികൾക്കുണ്ടാവുന്നുണ്ട്. നിങ്ങൾ അവിടെ വെയിറ്റിംഗ് ചെയ്യുക എന്നാണ് കാണുന്നത്. കാരണം ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലോക്കേജോ തടസ്സമോ പ്രതിസന്ധികളോ ഉണ്ടായാലും ആ സാഹചര്യം നിങ്ങളിൽ നിന്നും വിട്ടുപോകും കേട്ടോ. അതൊരിക്കലും നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ആരെങ്കിലുമായിട്ടൊരു ഫൈറ്റിംഗ് ഉണ്ടായാൽ നിങ്ങളൊന്ന് പിന്മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ക്ഷമയോടുകൂടി വെയിറ്റിംഗ് ചെയ്യുകയോ ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ, നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന കാര്യം എന്താണോ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരൂ കേട്ടോ. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ടെമ്പറൻസ് എനർജി വന്നിട്ടുണ്ട്. ബാലൻസ് ചെയ്യുക എന്നാണ് കാണുന്നത്. സാമ്പത്തികപരമാകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരു ഒരു അബണ്ടൻസിന് വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു പേഴ്സണെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട്, പാസ്റ്റിലെ ഒരു വ്യക്തിയാവാം, എന്താണെങ്കിലും നിങ്ങളുടെ ഒരു ഓർമ്മയിൽ നിങ്ങൾ ഒരുപാട് ഇമോഷണലി കണക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രഷ്യസായ, വളരെയധികം അട്രാക്റ്റഡ് ആയ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ളതും വളരെയധികം നല്ലൊരു
എന്താ പറയുക, ഒരു പോസിറ്റിവിറ്റിയോട് കൂടിയ ആ ഒരു പേഴ്സൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവ് നിറഞ്ഞതാണ്. ആ ഒരു എനർജിയെ നിങ്ങൾക്ക് ഇന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു എനർജിയുടെ പ്രസൻസ് ഇന്ന് നിങ്ങളിലേക്ക് വന്നു ചേരും. ഇന്ന് നമുക്ക് പാസ്റ്റിലെ ചില ഇമോഷണൽ പരമാകുന്ന കണക്ഷൻസുകൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് കേട്ടോ. ചില ഓർമ്മകൾ നിങ്ങളൊന്ന് പുതുക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ കാണുന്നുണ്ട്. അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് കരിയർ പാതയെ ബേസ് ചെയ്തിട്ടാണെങ്കിലും ജീവിതത്തിൽ മുന്നോട്ടേക്ക് ഇന്ന് നിങ്ങൾക്ക് ചില പ്രതീക്ഷകൾ വരുന്നുണ്ട് കേട്ടോ. അതായത് ഒരു മിഥ്യാധാരണയിൽ പെട്ട് കിടന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു സ്വപ്ന സഞ്ചാരി എന്നൊക്കെ പറയുന്നത്, നമ്മളിങ്ങനെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നടക്കുന്ന വ്യക്തികളായിരുന്നെങ്കിൽ അതിൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിന്നും അവസാനിച്ചു പോയി, ഇനി അതില്ല എന്ന് നിങ്ങൾ ചിന്തിച്ച ചില കാര്യങ്ങൾക്ക് എല്ലാം റീബർത്ത് സംഭവിക്കുന്നുണ്ട്. അതായത് ഒരു ട്രോമാറ്റിക് എനർജിയിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഇന്നത്തെ ദിവസം വരുന്നുണ്ട്. അവസാനിച്ചു പോയ ചില കാര്യങ്ങൾ വളരെ പോസിറ്റിവിറ്റിയോടുകൂടി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത്. അതൊരു സക്സസ് എനർജിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അതായത് മറ്റുള്ളവർക്കൊരു അത്ഭുതം തോന്നുന്ന രീതിയിൽ, നിങ്ങളെ ഒരു അതിശയോക്തിയോടുകൂടി മറ്റുള്ളവർ നോക്കി നിൽക്കുന്ന രീതിയിലുള്ള ഒരു സക്സസ് നിങ്ങളിൽ കാണുന്നുണ്ട്. അതായത് ഒരു നല്ലൊരു പദവി, ഒരു മാറ്റം കരിയർ പാതയിലായിക്കോട്ടെ, ജീവിതത്തിലെ സിറ്റുവേഷൻസുകളായിക്കോട്ടെ, നഷ്ടപ്പെട്ട ചിലതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. വ്യക്തിബന്ധങ്ങളാവാം, സാഹചര്യങ്ങളാവാം, എന്തെങ്കിലും കാര്യങ്ങളാവാം, നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും ജോലി സംബന്ധമാകുന്നതോ സാമ്പത്തികപരമാകുന്നതോ എന്താണെങ്കിലും നിങ്ങളിൽ ഇല്ല എന്ന് ചിന്തിച്ച ചില കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു തെളിവ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടുന്നുണ്ട്. ഫാമിലിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്ത്, അതായത് ഒരു എലോൺ എനർജിയിൽ നിന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലരൊക്കെ ഫാമിലിയെ വിട്ടു പോകേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ. കുടുംബത്തിൽ നിന്നൊന്ന് അകന്ന് നിൽക്കേണ്ട സമയം, ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരുന്ന, ഒരു ഏകാന്തത, ഒരു നിരാശ, ദുഃഖമൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് കരിയർ പരമാകുന്ന കാര്യത്തെ, ജോബിനെ സംബന്ധിച്ച് നിങ്ങൾ ചേഞ്ചിങ് വരാൻ പോകുന്ന, നിങ്ങൾക്കൊരു ഒറ്റപ്പെടൽ അനുഭവിക്കാൻ പോകുന്ന സിറ്റുവേഷൻസ് ജീവിതത്തിലേക്ക് കുറേ ആളുകളിലേക്ക് വന്നു ചേരുന്നു. പക്ഷേ അതൊരു ഫ്യൂച്ചർ പ്ലാനിങ് ആണ്. ആ ഒരു ഒറ്റപ്പെടൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ട്രാവലിംഗ് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാനാണെന്ന് മനസ്സിലാക്കുക. ആ ഒരു ജേണി, ആ ഒരു യാത്ര നിങ്ങൾ എന്ത് ചെയ്യുക, ഹാപ്പിനെസ്സോടുകൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോകുക കേട്ടോ. അതുപോലെ തന്നെ ഒരു ഡിപ്രഷൻ, ആൻസൈറ്റി എനർജിയിലൂടെയാണ് ഇന്നലെ രാത്രി കുറച്ച് ആളുകൾ കടന്നു പോയിരിക്കുന്നത്. ചൈൽഡ്ഹുഡ് ട്രോമ എനർജി, പാസ്റ്റിലൊരു പ്രണയത്തെക്കുറിച്ച്, ഒരു ഇമോഷൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ റിജക്റ്റ് ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് വളരെയധികം വേദനിച്ച ഒരു നിമിഷം കാണുന്നുണ്ട്. ഉറക്കം നഷ്ടപ്പെട്ടു പോയ ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് തെറ്റുപറ്റിയതോ അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റിംഗ് ചെയ്തതോ ആയ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വളരെയധികം വേദനിച്ച് പൊയ്ക്കൊണ്ടിരുന്ന വ്യക്തികളാണ് എങ്കിൽ ആ ഒരു വേദന നിങ്ങൾക്ക് അവസാനിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ആ ഒരു ഓർമ്മ, നിങ്ങളുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു പേഴ്സൻ്റെ പ്രസൻസ് വന്നുവെങ്കിൽ അത് നിങ്ങളിലേക്കൊരു സക്സസ്, നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ഹാപ്പിനെസ് വന്നു ചേരാൻ പോകുന്നു. അതായത് ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ ഒരു കാർമിക് സിറ്റുവേഷൻസ് അവസാനിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ബൗണ്ടറി തീർക്കേണ്ടി വന്ന, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബന്ധനാവസ്ഥ ഉണ്ടായിരുന്ന സിറ്റുവേഷൻസ്, ഒരു ട്രാപ്പഡ് എനർജിയിൽ നിന്നും നല്ലൊരു വിൽ പവറോട് കൂടി നിങ്ങൾ പുറത്ത് കടക്കാൻ പോകുന്നു. അതായത് ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ എനർജി നിങ്ങൾ തീർത്തിരിക്കുന്നു, നിങ്ങളിലൊരു മാറ്റം വരുത്തിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു സ്പിരിച്വൽ പാതയിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മോട്ടിവേഷൻസിൻ്റെ ഫലമായിട്ടൊക്കെ നിങ്ങൾക്കൊരു പുനർജീവനം സംഭവിച്ചിട്ടുള്ളതായിട്ട് കാണുന്നു. ഏത് പ്രതിസന്ധികളെയും, നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുമെന്നുള്ള ഒരു വിൽ പവറോടുകൂടി കുറേ ആളുകളുടെ എനർജി മാറിയിട്ടുണ്ട്. ട്രാപ്പിഡ് ആയിരുന്ന, ഇമോഷണലി ഡൗൺ ആയിട്ട് ഇരുന്നിടത്ത് നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ആക്ഷൻ, അതായത് സ്ട്രോങ് ആയ രീതിയിലും വളരെയധികം ആലോചിച്ച് ചിന്തിച്ചൊരു ആക്ഷൻ എടുക്കുന്ന സിറ്റുവേഷൻസിലേക്ക് മാറിയിരിക്കുന്ന എനർജി കാണുന്നുണ്ട്. എന്താണേലും നമുക്ക് ഏഞ്ചൽസ് നൽകുന്ന ഗൈഡൻസ്, നിങ്ങൾ ഒരു സാറ്റിസ്ഫൈഡ് അല്ലാതെ,
അൺസാറ്റിസ്ഫൈഡ് എനർജിയിൽ നിൽക്കുന്നവരാണെങ്കിൽ ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മറ്റുള്ളവരോട്, നിങ്ങളോട് ചുറ്റുമുള്ള ആരോടെങ്കിലും നിങ്ങളൊരു ഫീലിംഗ് സ്റ്റക്ക് എനർജിയിലാണ്, ഒരു ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം ഒരു നിരാശപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾക്ക് വിശ്വാസം തോന്നുന്ന വ്യക്തികളോട് സഹായം അഭ്യർത്ഥിക്കാം എന്നാണ് പറയുന്നത്. ഡോണ്ട് സ്റ്റോപ്പ് എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പുതിയ ഐഡിയാസോ പുതിയൊരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്ത് എന്തെങ്കിലും ഒരു എഡ്യൂക്കേഷൻ പരമായിക്കോട്ടെ, എന്താണെങ്കിലും ഒരു കാര്യം തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്ത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ച് ആ ഒരു വെല്ലുവിളി നേരിട്ടുകൊണ്ടിരുന്നിട്ട് നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് എനർജി അതിൽ നിന്ന് ലഭിക്കുന്നില്ല, എത്ര ചെയ്തിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് നിങ്ങൾക്ക് വരുന്നില്ല എന്ന് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോണ്ട് സ്റ്റോപ്പ് എന്ന്, അത് നിർത്തേണ്ട ആവശ്യമില്ല, നിങ്ങളിലേക്ക് അത് വന്ന് ചേരുമെന്നാണ് ഡിവൈൻ പറയുന്നത്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ പ്രയോറിറ്റി, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാലൻസ് ചെയ്യുക എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. അതായത് ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ, ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു വ്യക്തി ബന്ധം തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ മുന്നിൽ 2 വ്യക്തികളുടെ പ്രസൻസ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഡിവൈൻ പറയുന്നത്. പിന്നെ ഏഞ്ചൽസ് പറയുന്നത് പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ് കേട്ടോ. സമാധാനപരമായിട്ട്, അതായത് കുടുംബ ബന്ധത്തിൽ ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങളിൽ സമാധാനപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കുക ഇന്നത്തെ ദിവസമെന്നാണ് നമുക്ക് ഏഞ്ചൽസ് കാണിച്ച് തന്നിരിക്കുന്നത്. റീഡിങ്സ് റെസനേറ്റ് ആക്കുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.